നമസ്കാരം. മലയാളി വാർത്ത ടോക്കിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയം അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അവിഹിതത്തിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഈ ആരോപണം ഇപ്പോൾ ഉന്നയിച്ച നടി റിനി ആൻ ജോർജ് CPM വേദിയിൽ എത്തി എന്നുള്ളത് ഇന്നലെ മുതൽ വീണ്ടും കേരളം സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും പറവൂരിൽ CPM സംഘടിപ്പിച്ച പരിപാടിയിലാണ് റിനി പങ്കെടുത്തത്. CPM നേതാവ് KJ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. റിനിയെ പോലുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്നാണ് പറഞ്ഞത്. അതിലെന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല. കാരണം ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നവരെല്ലാവരും CPMലേക്ക് വരണമെന്നാണോ, അല്ലെങ്കിൽ ഇതുപോലെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് പറയുന്നവർ എല്ലാവരും ഒരുമിച്ച് ചേരേണ്ട ഒരു പാർട്ടിയാണ് CPM ആണ് എന്നും എനിക്ക് അത്ര മനസ്സിലായില്ല. എന്തായാലും റിനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നാണ് KJ ഷൈൻ പറഞ്ഞിട്ടുള്ളത്. KJ ഷൈനിന് നേരെ നടന്ന പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണത്രേ CPM പെൺ പ്രതിരോധം എന്ന പേരിൽ ഒരു പരിപാടി തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ശബരിമലയിലെല്ലാം സ്ത്രീകൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ട് ചേർന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം കണ്ടിരുന്നു. ഇപ്പോൾ എന്തായാലും പെൺ പ്രതിരോധം എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരെല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ചു പോലും വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ പ്രചാരണം നടന്നുവെന്ന് പരിപാടിനെ ഉദ്ഘാടനം ചെയ്ത CPM നേതാവ് KK ശൈലജയും പറഞ്ഞിരുന്നു. അപ്പോൾ സ്ത്രീകൾ ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇത് ഒരു കപട നാടകമാണോ, അതോ ഇനി കേരളം കാണാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണോ? ഇത് ഈ CPMലെ വനിതാ നേതാക്കളുടെ കരച്ചിൽ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്, വേറൊന്നും കൊണ്ടല്ല. അതായത് പെൺ കൂട്ടായ്മ, പെൺ പ്രതിരോധം, അത് പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആക്രമണങ്ങൾ നേരിടുന്നവരെല്ലാവരും കൂടി ഒരു വേദിയിൽ എത്തി വരുന്നു. അപ്പൊ ഇവർ ആദ്യം പങ്കെടുപ്പിക്കുന്നത് റിനിയെ ആണോ എന്നുള്ളതാണ് ചോദ്യം. റിനി അല്ല ആദ്യം പങ്കെടുപ്പിക്കേണ്ടത്. മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത, ഗണേഷിനെതിരെ ആരോപണം ഉന്നയിച്ച ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി, ഇവരെയൊക്കെ എന്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ഇവർ ക്ഷണിച്ചില്ല? അവർ സ്ത്രീകളല്ലേ? അവർക്ക് വേറൊരു ലൈംഗികാതിക്രമണത്തിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായവരേ ഉള്ളൂ, മറ്റവരെല്ലാം ഭാര്യമാരായിരുന്നു. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്. ഈ CPMകാർ തന്നെ ലൈംഗികമായി അതിക്രമിച്ചിട്ടുള്ള എത്രയോ സ്ത്രീകൾ ഈ CPM പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. അവരെയും കൂടെ വിളിച്ച് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതായിരുന്നില്ലേ? ചോദ്യമാണ്. P ശശിക്കെതിരെ അല്ല, ഓക്കെ, സരിതയും യാമിനി തങ്കച്ചിയൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്ക് CPMന്റെ പാർട്ടിയിലേക്ക് തന്നെ വരാം. ഈ CPMലെ വനിതാ നേതാക്കൾക്കെതിരെ എത്രയോ ലൈംഗിക അതിക്രമങ്ങൾ ഇവരുടെ സഖാക്കന്മാർ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇരകളായവരെ കൂടി ഇവർ എന്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് വിളിച്ച് അവർക്ക് സംസാരിക്കാൻ ഒരു വേദി എന്തുകൊണ്ട് ഇവർ കൊടുത്തില്ല? അതൊരു ചോദ്യമല്ലേ. P ശശിക്കെതിരെയും PK ശശിക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ വന്നത് പാർട്ടിയിൽ നിന്നാണ്. പാർട്ടി അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ട് അവർക്കെതിരെ നടപടിയെടുത്തു. അവരെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തതാണ് ഈ P ശശിയെയും PK ശശിയെയും ഒക്കെ. അത് കഴിഞ്ഞ് പിന്നീട് വന്ന പിണറായി സർക്കാരാണ് ഇവർക്ക് രണ്ടുപേർക്കും വലിയ പദവി എടുത്ത് അട്ടത്ത് വയ്ക്കുന്നത്. അതുപോലെ തന്നെ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ എന്തുകൊണ്ട് വിളിച്ചില്ല? അവരൊരു സ്ത്രീയല്ലേ? സ്വപ്ന സുരേഷ്, മുന്നേറ്റുള്ള സരിത. അപ്പൊ ഇവരെ ഒന്നും എന്തുകൊണ്ട് ഈ വേദിയിലേക്ക് പങ്കെടുപ്പിക്കാതെ റിനിയെ മാത്രം പങ്കെടുപ്പിച്ചിട്ട് ഞങ്ങൾ പെൺ പ്രതിരോധം തീർക്കുന്നു എന്ന് പറയുമ്പോൾ മലയാളി ചിരിക്കും. ഇതുവരെ ഈ പാർട്ടിയിൽ നിന്ന് അപമാനം നേരിട്ട സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരം പറയാത്ത സഖാത്തികൾ എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്നിട്ട് ഒരു വേദി ഉണ്ടാക്കി ഞങ്ങൾക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായേ, ലൈംഗിക അതിക്രമം ഉണ്ടായേ, ഞങ്ങൾ പോരാടും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മലയാളി അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളും. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ യഥാർത്ഥ ഇരകളെ വേദിയിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഇവർക്ക് ഒരക്ഷരം? ഇത് ഇപ്പോൾ ഈ കരുതുന്നത് എന്തുവാണെന്നറിയാമോ? ഇപ്പോൾ ഈ CPMന്റെ വനിതാ നേതാക്കൾ നടത്തിയ ഈ പെൺ പ്രതിരോധം ജനങ്ങൾ തന്നെ ആ വേദി പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് KK രമയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ഇവരുടെ CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ അവരെ അങ്ങേയറ്റം അധിക്ഷേപിച്ചതാണ്, അവരെ മോശം പറഞ്ഞതാണ്. നിന്റെ മോനെ പൂക്കുല ചിതറിക്കുന്നത് പോലെ നടു റോഡിൽ ചിതറിക്കുമെന്ന് കത്തെഴുതി ഭീഷണി മുഴക്കിയവരാണ്. അവരെ മോശമായി എത്രയോ വേദികളിൽ അധിക്ഷേപിച്ച ആൾക്കാരാണ് ഈ CPMന്റേത്. എന്നിട്ട് എന്തുകൊണ്ട് KK രമയെ ഈ പരിപാടിയിലേക്ക് അവർ വിളിച്ചില്ല?
അതും പോട്ടെ, ഇവരുടെ എം എം മണി എം എൽ എ ഇവരുടെ CPIയുടെ വനിതാ നേതാവിനെ അധിക്ഷേപിച്ച ആളാണ് ആനി രാജയെ. അവരങ്ങ് ഡൽഹിയിൽ ഇരുന്ന് ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ ആളാണ്. എന്തുകൊണ്ട് ആനി രാജയെ പരിപാടിയിലേക്ക് വിളിപ്പിച്ചില്ല? അല്ല, അപ്പൊ ഈ പെൺ പ്രതിരോധം എന്ന് പറയുമ്പോ ഇവരെല്ലാം വിളിക്കണമെന്നേ, ഇവരെല്ലാം വിളിക്കണം. അതങ്ങനെ ശരിയാവും. അതും പോട്ടെ, എത്രയോ വനിതാ മാധ്യമ പ്രവർത്തകരെ ഇവരുടെ CPM സൈബർ ഗുണ്ടകൾ അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആ വനിതാ പ്രവർത്തകരെ ഒന്നും ഇവരുടെ ഈ പെൺ പ്രതിരോധത്തിലേക്ക് വിളിച്ചില്ല? എന്തുകൊണ്ട് വിളിച്ചില്ല? ലക്ഷ്മി പത്മയ്ക്കെതിരെ അങ്ങേയറ്റത്തെ മോശം പറഞ്ഞ ആൾക്കാരാണ്. സ്മൃതി പരുത്തിക്കാടിനെതിരെ ഒക്കെ വിമർശനമല്ല, പുളിച്ച തെറിയും കേട്ടാൽ അറയ്ക്കുന്ന പദപ്രയോഗങ്ങളും ഉൾപ്പെടെ പച്ചക്ക് എഴുതി വെച്ചവന്മാരാണ് ഈ പറയുന്ന സഖാക്കൾ പലരും. പല രീതിയിൽ അവരെ വേട്ടയാടുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. എന്നിട്ട് എന്തുകൊണ്ട് ആ വനിതകളെ ആരെയും ഇവർ ഈ വേദിയിലേക്ക് പങ്കെടുപ്പിച്ചില്ല? യഥാർത്ഥ ഇരകളെയല്ലേ ഇങ്ങനൊരു പ്രതിരോധം ഇവർ തീർക്കുമ്പോൾ കൊണ്ടുവരേണ്ടത്? എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? ഇതിൽ പറഞ്ഞല്ലോ ലൈംഗികാതിക്രമണം ഉണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ മാത്രമേ കേട്ടുന്നുള്ളൂ. ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതെല്ലാം നടന്ന കാര്യങ്ങൾ. അല്ല, ഈ സ്മൃതി പരുത്തിക്കാടിനും ഈ ലക്ഷ്മി പത്മയ്ക്കും എതിരെയൊക്കെ ലൈംഗികപരമായിട്ടുള്ള, അതായത് അവയവങ്ങളുടെ പേര് പച്ചക്ക് എഴുതി വെച്ചിട്ടാണ് മോശം കമന്റുകൾ ഇട്ടിട്ടുള്ളത്, പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത്. ഇതിലിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിനി ആണെങ്കിലും ഷൈന ആണെങ്കിലും അവരും ചാറ്റ് ചെയ്യാൻ കൂടിയിട്ടുണ്ടേ. അതെ, അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഇവർ വേദി ഒരുക്കുന്നത്. ഇത് എനിക്ക് ഈ KK ശൈലജ ടീച്ചറിനോടൊക്കെ ഒരല്പം ഒരു ബഹുമാനം, അല്പം എന്നല്ല, നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ കേരളത്തിന്റെ വനിതാ മുഖ്യമന്ത്രി ആകണമെന്ന് തന്നെ ഇവിടുത്തെ ഒരു പറ്റം സ്ത്രീകൾ അങ്ങേയറ്റം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ് KK ശൈലജ. നിങ്ങൾ ഇതുപോലെയുള്ള വേദികളിൽ വന്നിരുന്ന് വെറുതെ നാണം കെടാൻ നിൽക്കരുത്. എന്തുകൊണ്ട് KJ ഷൈൻ്റെ പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ട് പാർട്ടി അതിൽ ഇടപെട്ടില്ല? പാർട്ടിയുടെ അങ്ങ് തലപ്പത്തിരിക്കുന്ന നേതാക്കൾ ആരും ഈ വിഷയം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ഏറ്റെടുത്താൽ ചിലതൊക്കെ CPMന് നേരെയും വരും എന്നറിയാവുന്നത് കൊണ്ടാണ് KJ ഷൈൻ്റെ വിഷയം MV ഗോവിന്ദനോ AK ബാലനോ EP ജയരാജനോ ഒന്നും ഏറ്റെടുത്ത് അതിനെതിരെ പ്രതികരിക്കാതിരുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർ പോലും ഏറ്റെടുക്കാത്ത ഒരു വിഷയത്തിൽ PP ദിവ്യയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ KJ ഷൈനെയും റിനിയെയും ഒക്കെ അങ്ങ് പിന്തുണച്ചങ്ങ് വലിയ രീതിയിലുള്ള സ്ത്രീപക്ഷത്തിന് വേണ്ടി സംസാരിക്കലായിരുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പാർട്ടിയിൽ നീതി കിട്ടാത്ത ഒരുപാട് സ്ത്രീകളുണ്ടെന്നേ, അവർക്ക് വേണ്ടി നിങ്ങൾ രണ്ടക്ഷരം ഈ പൊതുമധ്യത്തിൽ നിന്ന് സംസാരിച്ചിട്ട് അവർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കാണിക്കുന്നുവെന്നെങ്കിലും കാണിച്ചിട്ട് ഈ പ്രതിരോധമൊക്കെ തീർക്കാൻ വലിയ വേദി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു മാന്യതയുണ്ട്. അതൊന്നും ചെയ്യാതെ നിങ്ങളുടെ സഖാക്കന്മാർ നടത്തുന്ന ഈ പാർട്ടിയിലെ പെണ്ണുങ്ങളെ കയറി പിടിച്ചാലും അവരെ ലൈംഗികമായി ഉപയോഗിച്ചാലും അവർക്ക് അങ്ങേയറ്റത്തെ ട്രോമ കൊടുത്തിട്ടും ഇതിനെല്ലാം നിന്ന് ഒത്താശ കൊടുക്കുന്ന ഈ സഖാത്തികളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഒരു പരിപാടി നടത്തിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ജനം ഏറ്റെടുക്കുമെന്നാണ്? നിങ്ങൾ ഏത് രീതിയിൽ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്? നിങ്ങൾ എപ്പോഴാണ് സ്ത്രീപക്ഷത്ത് നിന്നിട്ടുള്ളത്? നിങ്ങൾ സ്ത്രീപക്ഷക്കാരായിരുന്നുവെങ്കിൽ ഈ CPMലെ വനിതാ നേതാക്കൾക്ക് അല്പമെങ്കിലും മാന്യത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം KK രമയ്ക്ക് വേണ്ടി സംസാരിക്കണമായിരുന്നു. അവരെ പറയാത്തതായിട്ടൊന്നുമില്ല. ഈ CPMന്റെ എത്രയോ നേതാക്കളാണ് അവരെ അധിക്ഷേപിച്ചിട്ടുള്ളത്. പോട്ടെ, ആന്തൂരിലെ സാജൻ, വ്യവസായിയായ സാജനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഈ CPM ആണ്. CPMന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയാണ് അതിനൊരേ ഒരു ഉത്തരവാദി. എന്നിട്ട് നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? അതും പോട്ടെ, അവരുടെ ഭർത്താവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് മാത്രമല്ല, ആ കേസ് ഏതൊക്കെ രീതിയിലാണ് ഈ CPMകാർ കൈകാര്യം ചെയ്തത്? അതായത് ആ സ്ത്രീക്ക് വേറൊരു പുരുഷനുമായി ബന്ധമുള്ളത് അറിഞ്ഞതുകൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആൾക്കാരാണ്. ദേശാഭിമാനിയിൽ ഇവരുടെ പാർട്ടി പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നതാണ്. സൈബർ ഗ്രൂപ്പുകൾ ആഘോഷിച്ചില്ലേ ആ വാർത്തകൾ? അപ്പൊ നിങ്ങൾ ആദ്യം അവരെയൊക്കെയാണ് ഈ പെൺ പ്രതിരോധം തീർക്കുമ്പോൾ ഈ വേദിയിലേക്ക് കൊണ്ടുവരേണ്ടത്, അല്ലാതെ റിനിയെ പോലെയുള്ളവരെയല്ല. റിനി എന്ത് മാതൃകയാണ് ഇപ്പോൾ ഈ രാഹുൽ വിഷയത്തിൽ കാണിച്ചിരിക്കുന്നത്? ഒന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. റിനി ക്രൈംബ്രാഞ്ചിന് പരാതി കൊടുക്കുന്നില്ല, ക്രൈംബ്രാഞ്ച് പുറകെ നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിങ്ങൾ പരാതി തരാൻ തയ്യാറാണോ? എന്തുകൊണ്ട് അവർ പരാതിപ്പെടുന്നില്ല? പേരും പറഞ്ഞിട്ടില്ല, പേര് പറയാൻ അവർ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടമാണ് എന്നതിന്റെ ചില സൂചനകൾ മാത്രം കൊടുക്കും, പേര് പറയാതെ ചില സൂചനകൾ, ചില വഴികളൊക്കെ ക്ലൂ ഇട്ട് കൊടുക്കുക. പരാതിപ്പെടാൻ എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നില്ല? അവർ പരാതിപ്പെടണമെന്നേ. ഈ വേദിയിൽ റിനി പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീകളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ശബ്ദിക്കുന്നത്. എന്ത് ശബ്ദമാണ് നിങ്ങൾ ഉയർത്തിയത്? പരാതിപ്പെടാൻ പോലും താല്പര്യമില്ല. അപ്പൊ പിന്നെ എന്ത് തരം പോരാട്ടമാണ് ഇതെനിക്ക് മനസ്സിലാവുന്നില്ല.
ഇതുകൊണ്ടാണെന്നേ ഇവർ ഈ പരിപാടി നടത്തിയ തൊട്ടടുത്ത നിമിഷം തന്നെ ഈ എന്തുവാ CPM-ന്റെ വനിതാ നേതാക്കൾ നടത്തിയ പെൺ പ്രതിരോധത്തിന് പൂര തെറിവിളിയാണ് സൈബർ ഇടത്തിൽ. നിങ്ങൾ അതിന്റെ വാർത്തകൾ എടുത്തു വെച്ച് നോക്കണം. അല്ലാതെ ആരും ഇവിടുത്തെ ഒരു സ്ത്രീകളും നിങ്ങളുടെ ഈ പെൺ പ്രതിരോധം കണ്ടിട്ട് മറ്റേ കോൾമയർ കൊള്ളുന്നില്ല. ആ പൂര തെറിവിളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നിങ്ങൾ യഥാർത്ഥ ഇരകളെ ആ വേദിയിലേക്ക് കൊണ്ടുവന്നേ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനൊരു മാന്യതയുണ്ട്. ഇത് ഇവരുടെ സഖാക്കന്മാർ നടത്തിയ പീഡനം മുഴുവൻ അങ്ങ് മുക്കിയിട്ട് ബാക്കിയുള്ളവരുടെ പീഡനം തപ്പി നടക്കുക. ഇപ്പൊ CPM-കാരുടെ പ്രധാന പണി ഇതാ, പീഡനം തപ്പി നടക്കല. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചവരുടെ എണ്ണം തപ്പി നടക്കുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ ഒരു സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസിയുടെ ഗതികേട് നോക്കണം. മറ്റേ ആർക്കെങ്കിലും ഗർഭം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ച് നടക്കില്ല. ഓരോ വീടും മുറ്റത്തും ചെന്ന് നിന്നിട്ട് ഗർഭം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കില്ല. മാതിരി ഉളുപ്പില്ലായ്മയ്ക്ക് ഒരു അന്വേഷണ ഏജൻസിയെ ഈ സർക്കാർ നിയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടുത്തെ പണ്ട് പിണറായി പറയുമായിരുന്നു, അതായത് കേന്ദ്ര സർക്കാർ അവിടുത്തെ അന്വേഷണ ഏജൻസികളെ അവരുടെ ശത്രുക്കളെ വേട്ടയാടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് തന്നെയല്ലേ ഇവരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മോദിയുടെ തനി പകർപ്പാണ് കേരളത്തിൽ പിണറായി വിജയനാണെന്ന്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത് അതുകൊണ്ടാണെന്നേ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇരകളെ കൊണ്ടുപോവാ. ഇരകളെന്ന് പറയുന്നവരെ നിങ്ങൾ ആ വേദിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പരിപാടി നടത്തിയിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. ഇപ്പൊ CPM കണക്ക് കൂട്ടുന്നത് എന്തുവാണെന്നറിയാമോ? റിനിയെ ആ വേദിയിലേക്ക് എത്തിച്ചു, എന്തോ വലിയ നേട്ടം പോലെ. എന്തുവാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. പാർട്ടി സ്വീകരിക്കുമോ? പാർട്ടി സ്വീകരിച്ചാൽ അല്ല, അത് വേണമെങ്കിൽ സ്വീകരിക്കും. ആരെ വേണമെങ്കിലും ഇവർ പാർട്ടിയിലെടുക്കും. കാരണം നമ്മൾ കണ്ടതാണ് പത്തനംതിട്ടയിൽ ഗുണ്ടാ സംഘങ്ങളെ വരെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച വീണ ജോർജ് മന്ത്രിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവരിതിനെയൊക്കെ പാർട്ടിയിലേക്ക് എടുക്കും. ഈ 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ റിനിയെ കിട്ടിയാൽ നിങ്ങൾക്ക് എന്തോ 10 സീറ്റ് 10 വോട്ട് കൂടുതൽ കിട്ടുമെന്നാണോ? ആ 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. കാരണം ജനങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ റിനി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്ത് പോരാട്ടം നടത്തിയെന്ന് അവർ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു മാൻറേക്ക് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ പാർട്ടിയിലേക്ക് ചേരാൻ യോഗ്യത എന്ന് പറയുന്നത് ആരെന്നെങ്കിലും ലൈംഗികാതിക്രമം ഉണ്ടാവുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചാറ്റ് ചെയ്ത് അതിനൊരു വഴിവിട്ട ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണോ ഈ പാർട്ടിയിൽ ചേരാനുള്ള ഏറ്റവും വലിയ യോഗ്യത? അതായിരിക്കും അങ്ങനെയുള്ള ഇപ്പൊ CPM-ന്റെ മറ്റേ നയങ്ങളൊക്കെ പൊളിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ പാർട്ടിയിലേക്ക് സുസ്വാഗതം അംഗത്വം കൊടുക്കും. വൈറലായി നിൽക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഏറ്റെടുക്കും എന്നാണ് പാർട്ടിയുടെ. ഉറപ്പായിട്ടും എടുക്കും. അപ്പോ പക്ഷേ സഖാക്കന്മാരുടെ ഗർഭമാണ് എടുക്കത്തില്ല, പുറത്തുനിന്നുള്ള ഗർഭം മാത്രമേ എടുക്കത്തുള്ളൂ. അകത്തുനിന്നുള്ളതൊന്നും നമ്മൾ എടുക്കൂല. ഊച്ചാളിത്തരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും പരിഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി ഇങ്ങനെ അധപ്പതിച്ചു പോകുന്നതിൽ ഒരു വിഷമമുണ്ട്. വിഷമം എന്ന് പറയുമ്പോൾ, കാരണം ഇതിനൊരു അന്തസ്സുണ്ടായിരുന്നു ഈ പാർട്ടിക്ക് ഒരു നിലപാടുണ്ടായിരുന്നു, ഒരു ആശയമുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ലാതെ കുത്തഴിഞ്ഞു കിടക്കുന്ന, എന്ത് നെറികേടിനും കൊടി പിടിക്കുന്ന ഒരു അധപ്പതിച്ച കൂട്ടമായി ഈ പാർട്ടി മാറി. എനിക്ക് ഈ CPM-ലെ വനിതാ നേതാക്കളോട് ചില സമയത്ത് ദേഷ്യം തോന്നും. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് സഹതാപം തോന്നാറുണ്ട്. കാരണം അങ്ങ് നിന്നു കൊടുക്കേണ്ടി വരികയാണ് ഇത്തരത്തിലുള്ള ഈ പാർട്ടിയുടെ ഒരു നിലപാടുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നിലപാട് പോലും മാറ്റിവെച്ചിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കേണ്ടി വരുന്ന ഈ സഖാത്തികളുടെ ഒരവസ്ഥ കാണുമ്പോൾ അതിനേക്കാൾ വലിയ പരിതാപം തോന്നുന്നുണ്ട്. അതെ, ശൈലജ ടീച്ചറിനൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ട ആളാണ്. നിങ്ങൾ എന്താ പറയുന്നത്, CPM-ന് കൊള്ളാവുന്ന കുറച്ച് നേതാക്കൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിൽ ജനങ്ങൾക്കൊക്കെ ഒരു തൃപ്തിയുള്ള അവരുടെ നേതാവാണ് എന്ന് തോന്നുന്ന ഒരാളായിരുന്നു ശൈലജ ടീച്ചർ. പക്ഷേ ശൈലജ ടീച്ചറിന്റെ ഈ അടുത്ത കാലത്തായിട്ടുള്ള നടപടികൾ അത് അങ്ങേയറ്റം പരിഹാസ്യമാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിൽ സൂത്രധാരനായിരുന്ന കുഞ്ഞനന്തൻ ഒരു നിഷ്കുവാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്നുള്ളതാണ്. KK രമയോട് നിങ്ങൾ കാണിക്കുന്ന വലിയ അനീതിയാണത്. കാരണം കുഞ്ഞനന്തനെ കോടതി വെറുതെ അല്ലല്ലോ ശിക്ഷിച്ചത്. അയാൾ ആ കൊലപാതകത്തിൽ സൂത്രധാരനായിരുന്നു എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടിയെടുത്തത്. വെറുതെ കോടതി ഒരാളെ ശിക്ഷിച്ച് ജയിലിൽ പിടിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് അയാളെ പോലെ ഒരു കൊലപാതകിയെ പിന്തുണച്ച് സംസാരിച്ചു ഈ അടുത്ത കാലത്ത് KK ശൈലജ. അത് KK രമയോട് നിങ്ങൾ കാണിക്കുന്ന വലിയ നീതികേടാണ്. സ്ത്രീകളോട്, അതായത് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണവർ. ഈ പാർട്ടിയാണ് അവരുടെ താലിയറുത്തത്. എന്നിട്ടും അവരെ വീണ്ടും വേട്ടയാടുകയും കുത്തി നോവിക്കുകയുമാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഈ റിനി ഈ പാർട്ടിയിലേക്ക് ഇപ്പോൾ വരികയാണെന്ന് വെച്ചോ, വരികയാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം റിനിയെ പോലെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിൽ ജനങ്ങൾ ഇളകി തുടങ്ങിയിട്ടുണ്ട്. വെറുതെ വന്നൊരു ആരോപണം ഉന്നയിക്കുക, ഒരു തെളിവുമില്ല, തുമ്പും വാലുമില്ല, ഒന്നുമില്ലാതെ ആർക്കെതിരെയും എന്ത് ആരോപണവും അങ്ങ് വിളിച്ചു പറയാം. അതിന് നടപ്പാകില്ല എന്നുള്ളത് കൃത്യമായി ഈ അടുത്ത കാലത്ത് തെളിഞ്ഞല്ലോ. രാഹുൽ വിഷയം വന്നതിന് ശേഷം തെളിവ് എവിടെ എന്നുള്ള ചോദ്യം വരുന്നു. ഷാഫി പറമ്പിൽ എം പിക്കെതിരെ ഇവരുടെ CPM-ന്റെ ഒരു നേതാവ് തന്നെ ആരോപണം ഉന്നയിച്ചു. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെയെല്ലാം ഷാഫി ബംഗളൂരുവിന് ട്രിപ്പ് അടിപ്പിക്കുകയാണെന്ന്. വലിയ അധിക്ഷേപമാണ് പറഞ്ഞത്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പരാമർശമാണ് അയാൾ നടത്തിയിരിക്കുന്നത്. തെളിവ് എവിടെ? ഷാഫി പറമ്പിൽ ചോദിക്കുന്നുണ്ട്, തെളിവ് എവിടെ? ജനങ്ങൾ കൃത്യമായി പ്രതികരിച്ചു. വെറുതെ ഒരു ആരോപണം ഉന്നയിക്കാതെ നേതാവ് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള പെണ്ണ് കേസുകളൊന്നും നിലനിൽക്കില്ല. കാരണം ജനങ്ങൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സാരിത്തുമ്പിന്റെയോ പാവാടത്തുമ്പിന്റെയോ കഥ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവി അങ്ങ് തൊലഞ്ഞു പോകുമായിരുന്നു. പക്ഷെ ഈ കാലത്ത് ഇനി അതൊന്നും വില പോകില്ല. അതുകൊണ്ട് CPM രാഷ്ട്രീയം പറയുക. ഇപ്പോൾ വിമർശനം വരുന്നത് 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാനും CPM പെൺവിഷയം തന്നെയാണ് എടുക്കുന്നതെന്ന് ജനങ്ങൾ പ്രതികരിച്ചതാണ്. ഇതില് ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? C അച്യുതമേനോനും EK നായനാരും VS അച്യുതാനന്ദൻ വരെയുള്ള ആൾക്കാര് നയിച്ചിരുന്ന ഒരു പാർട്ടിയാണിത്. അതിലേക്കാണ് ഇപ്പോൾ റിനി, ഷൈൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ കടന്നുവരവുണ്ടായിരിക്കുന്നത്. അത് ഇവർ തമ്മിലുള്ള അന്തരം ഒന്ന് ആലോചിച്ച് നോക്കൂ. വനിതാ നേതാക്കളോ, എത്രയോ വനിതാ നേതാക്കൾ ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു പാർട്ടിയിലേക്ക് എന്ത് മാലിന്യത്തെയും ഞങ്ങൾ അങ്ങ് സ്വീകരിക്കും എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു എന്തു ഈ പറയണ്ടേ ഒരു വാക്ക് പോലും കിട്ടുന്നില്ല ഇതിനെ പറയാന്. അത്രത്തോളം അധപ്പതിച്ചു പോകുകയാണ്. എന്തായാലും CPM നടത്തിയ പരിപാടിയുടെ വേദി നാട്ടുകാരായിട്ട് അങ്ങ് പൊളിച്ചു കൈ കൊടുത്തിട്ടുണ്ട്. സഖാത്തികൾ ആദ്യം സ്വന്തം പാർട്ടിയിലെ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് പുറത്തോട്ട് വന്ന് സംസാരിച്ചാൽ മതിയെന്ന്. ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ അടി നടന്നുകൊണ്ടിരിക്കുന്നത് നേതാക്കന്മാരുടെ ഇമാതിരി കുൽസിത കഥകളുടെ കാര്യത്തിലാണ്. അതായത് ഒരു നേതാവിന്റെ പെണ്ണുങ്ങളുടെ സഖാത്തികളുടെ കുളിമുറിയിൽ കൊണ്ടുപോയി ഒളിക്യാമറ വെച്ചതും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതും അത് വൈറലാക്കിയതിനുമാണ് അവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് വയനാട്ടിൽ ഒരു DYFI-കാരന് ഭാര്യയെ കൊണ്ട് കാഴ്ചവെച്ചതിന്റെ വാർത്ത അടുത്തിടെയാണ് പുറത്തു വന്നത്. ഇമ്മാതിരി നാറിയ കഥകൾ അവർക്ക് തന്നെ ഉണ്ട്. എന്നിട്ടാണ് അവർ പെൺപ്രതിരോധം തീർക്കുന്നത്. ഒരുമാതിരി നാട്ടുകാർ തെറി വിളിക്കും നിങ്ങളെ. ഈ വലിയ എന്നിട്ട് പക്ഷെ വേദി കിട്ടുമ്പോഴെല്ലാം പറയും ഞങ്ങൾ സ്ത്രീപക്ഷക്കാരാണ്. അതാണ് സഹിക്കാൻ വയ്യാത്തത്. മുഴുവൻ കുൽസിതങ്ങളാണ്. എന്നിട്ട് അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇനി ഇതുപോലത്തെ വേദിയും കൊണ്ടിട്ട് കഴിഞ്ഞാൽ നാട്ടുകാര് ചാണക വെള്ളത്തിന് മറ്റേ ചൂലും കെട്ടുകൊണ്ട് അടിക്കും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.